സ്ത്രീ സുരക്ഷയിൽ സ്ഥാനത്തും അസ്ഥാനത്തും ഊറ്റം കൊള്ളുന്ന നമ്മൾ കേരളത്തിന്റെ മുഖത്ത് വസൂരിക്കല കണക്കെ വടുക്കളായി 233 പേജുകൾ ഒരു പെൺവേട്ടയുടെ പാതക പരമ്പര നീറാൻ തുടങ്ങിയിട്ട് ആഴ്ച ഒന്നാണ്. ഇനി പറ, ഞാൻ കേക്കട്ടെ. 5 വർഷത്തോളം അധികാര വഴികളിൽ പുണ്ടുകിടന്ന റിപ്പോർട്ട്, മറ്റു വഴികളില്ലാതെ പുറത്തു വന്ന മണിക്കൂർ മുതൽ കേൾക്കുന്ന ഗീർവാണങ്ങൾ, സിനിമാ നവീകരണം, നവോത്ഥാനം, ആർക്കും വേണ്ടാത്തൊരു കോൺക്ലേവിനൊക്കെ അപ്പുറം കോടതി സർക്കാരിനോട് നേർക്കുനേർ ചോദിക്കുന്നത് ഡീറ്റെയിൽ ആയി പഠിച്ച റിപ്പോർട്ടിൽ സർക്കാരെ കുറ്റകൃത്യങ്ങൾ വെളിപ്പെടുന്നുണ്ടോ? എനിക്കറിയില്ല. ഈ വർഷങ്ങൾ അത്രയും മേശപ്പുറത്ത് റിപ്പോർട്ട് ഇരിക്കുമ്പോഴും ഞാനൊന്നും കണ്ടില്ലേ, ഞാനൊന്നും വായിച്ചില്ലേ എന്ന് വ്യാജം പറഞ്ഞ് കണ്ണുപൊത്തി കളിച്ച സാംസ്കാരിക മന്ത്രിയുടെ സർക്കാർ ഏജ് പറയുന്നു ഉണ്ട് കോടതി കുറ്റകൃത്യങ്ങൾ വെളിപ്പെടുന്നുണ്ട്. എങ്കിൽ സർക്കാരെ കേസെടുക്കുമോ എന്ന ചോദ്യം മുതലുള്ള മറുപടിയില്ലാ പതർച്ചയിൽ ആ ഉദ്യോഗസ്ഥനെ പഴിക്കേണ്ടതല്ലത് സർക്കാരിന്റെ ഉരുണ്ടുകളി പ്രതീകമാണ്. അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. ഇപ്പോഴും പറയലല്ലേ, വനിതാ കമ്മീഷൻ അടക്കം പരാതി ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ, കേസെടുക്കാമെന്ന വായ്ത്താരി. ആ വൈകൃത കൂട്ടങ്ങളുടെ വേട്ടയിൽ പൊറുതിമുട്ടി കിടപ്പറക്ഷണത്തെ എതിർത്താൽ ആട്ടിയോടി ഔട്ട്കാസ്റ്റ് ആക്കപ്പെട്ടവരാണ്. പരാതിപ്പെട്ടാൽ ഈ 15 തെമ്മാടിപ്പടയും അവർക്ക് കഞ്ഞിവെക്കുന്നവരും ചേർത്ത് കുടുംബത്തെ അടക്കം കൊലവിളിക്കുമെന്ന് ആദ്യപ്പെടുന്നവരാണ്. മാറ്റി പറയാൻ പറ്റൂ, എനിക്കിങ്ങനെ അറിയുള്ളൂ. കുഴപ്പമായി തോന്നുന്നത്. അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. പുറത്തു പറഞ്ഞാൽ പോക്കു കേസുകളെന്ന് ആൺകൂട്ടം അശ്ലീല നോട്ടം നോക്കുമെന്ന് ആശങ്കപ്പെടുന്നവരാണ് സർക്കാരെ. പേടിച്ചിട്ടാണല്ലാതെ പരാതിയില്ലാത്തത് കൊണ്ടല്ല. സ്റ്റേറ്റിന്റെ പരാജയത്തിൽ ഇരകളുടെ ഗതികേട് മറയാക്കി വേട്ടക്കൂട്ടത്തിന് നവോത്ഥാനം പറയും നിങ്ങൾ ഓശാന പാടല്ലേ, കഷ്ടമാണ്. ഇനി എങ്ങനെയെങ്കിലും ആ കാസ്റ്റിംഗ് കൗച്ച് അക്രമിക്കൂട്ടത്തിന്റെ പേരുകൾ വെളിപ്പെട്ടാൽ അതേത് കൊമ്പത്തെ തമ്പ്രാനെങ്കിലും പിടിച്ചു നിർത്തി അടപ്പിളക്കാൻ രോഷപ്പെടുന്ന അടിസ്ഥാനവർഗ പവർ ഗ്രൂപ്പ് നിരത്തിലുണ്ടെന്ന തെമ്മാടിപ്പടയും പിന്തുണക്കാരും ഓർത്താൽ അവർക്ക് നല്ലത്. അടിച്ചിറക്കി വിടുന്ന ക്യാപ്സ്യൂളുകൾ വെച്ച് പ്രതിരോധം ചമയ്ക്കുന്ന പാവം കടന്നുകളെ വിട്ടേ കഥവരുടെ ഗതികേട്. പക്ഷേ മര്യാദകേടുകൾക്ക് കാവൽ നിൽക്കലാണെന്ന ഉത്തമ ബോധ്യത്തിൽ വെള്ളയടിപ്പാട്ടയുമായി ഇറങ്ങുന്ന മാധ്യമ വേഷധാരികളെ, ബുദ്ധിജീവി കാപട്യങ്ങളെ ഈ പെൺവേട്ടക്കിങ്ങിൽ ഉളുപ്പില്ലാതെ കൂട്ടുനിൽക്കാൻ നായാടി കിട്ടിയ ചോരപ്പണത്തിൽ എത്രയാണ് നിങ്ങൾക്ക് ഈ പവർ ഗ്രൂപ്പിന്റെ മാസപ്പടി? മുതലും പലിശ ചേർത്ത് കിട്ടി.